എല്ലാവർക്കും നമസ്കാരം. കേരള വിഷന്റെ സ്ത്രീപക്ഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു ചൊല്ലുണ്ട്. ഇതൊരു പഴഞ്ചൊല്ലാണ്. എന്നാലും ഈ സമകാലീന സമൂഹത്തിൽ എന്താഘോഷങ്ങൾക്കും ഏതാഘോഷങ്ങൾക്കും ലോൺ എടുത്തായാലും ആഘോഷിക്കുക എന്നൊരു പതിവ് രീതി ഇപ്പൊ നിലനിന്ന് വരുന്നു. സ്ത്രീപക്ഷത്തിൽ നമ്മൾ സംസാരിക്കുകയാണ് കാണം വിറ്റും ഓണം ഉണ്ണണം. നമ്മളോടൊപ്പം ഉള്ളത് പ്രമുഖ ആക്ടിവിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി ജ്യോതി നാരായണൻ. മാം, വെൽക്കം ടു ദ ഷോ. പരിചയപ്പെടുത്തൽ ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത അധ്യാപികയും രാഷ്ട്രീയ പ്രവർത്തകയുമായ KJ ഷൈൻ ടീച്ചർ, വെൽക്കം ടു ദ ഷോ മാം. അതുപോലെ തന്നെ BJP നേതാവും കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറുമായ പത്മജ S മേനോൻ. മാം, വെൽക്കം ടു ദ ഷോ. വെൽക്കം. പ്രമുഖ സൈക്കോളജിസ്റ്റായ നിഷി സലാം. മാം, വെൽക്കം ടു ദ ഷോ. കഴിഞ്ഞ ഓണം ഏതാണ്ട് 20,000 കോടിയിലധികം ചെലവിട്ടാണ് നമ്മളെ എല്ലാവരും ആഘോഷിച്ചത്. ഏകദേശം കണക്കാണ്. അപ്പം ഇങ്ങനെ എന്തും ലോൺ എടുത്താണെങ്കിലും എന്തും വിറ്റിട്ടാണെങ്കിലും ഒക്കെ ആഘോഷിക്കുക എന്നൊരു പ്രവണത നമ്മൾ മലയാളികൾക്കിടയിൽ കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് മദ്യത്തിന് തന്നെ ഒരുപാട് ആ ഒരു കണക്ക് നോക്കുമ്പോൾ ഒരുപാട് ചെലവിട്ടതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ആഘോഷം ഓണത്തിനായാലും അല്ലെങ്കിൽ സെലിബ്രേഷൻസിനായാലും ഇങ്ങനെ ഒരു സെലിബ്രേഷൻ അതിന്റെ അനിവാര്യത എന്താണ്? മാമിന് എന്താണ് പറയാനുള്ളത്? ജ്യോതി മാം. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ഇതില് ഒരു ഭാഗത്തിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ്. ഓണം ഉണ്ണണം എന്നുള്ളത് തന്നെയാണ്. കാണം വിൽക്കാതെ ഓണം ഉണ്ണണം എന്നുള്ളത്, ഓണം ആഘോഷിക്കണം എന്നുള്ളതാണ്. കാരണം ഓണത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഒരുപോലെ, ഇത് നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ ഒന്നാണ് നമ്മുടെ ഈ മലയാളികളുടെ ഈ സങ്കല്പം എന്ന് പറയുന്നത്. ഓണം എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് കള്ളത്തരങ്ങളില്ലാത്ത, അഴിമതിയില്ലാത്ത ഒക്കെ. ഇപ്പോൾ ഈ അഴിമതിയും വയലൻസും ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ഓണത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഓണത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓണത്തിൻ്റെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു സ്വപ്നമാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരി ആണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരി ആവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ നമ്മൾ ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തുന്നത് തന്നെ ഒരു പക്ഷേ നമുക്ക് അതിനെപ്പറ്റി അറിയുന്നതിനേക്കാൾ വളരെ മുമ്പ് തന്നെ ഓണത്തിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ സങ്കല്പം, എല്ലാവരും ഒരുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായ ആ വിശ്വാസത്തെ വെച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ ആവശ്യമാണെന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആഘോഷം എന്ന് പറഞ്ഞാൽ ബിവറേജസിലേക്കും മാളുകളിലേക്കും ചുരുക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപണി കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക്. പക്ഷേ ഓണത്തിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആഘോഷങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടിച്ചേരുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പോൾ പണ്ട് കാലത്ത് എല്ലാം കേമായിരുന്നു, ഇപ്പോൾ മോശം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയണേ, എങ്കിൽ പോലും അന്നത്തെ മോശത്തിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു സങ്കല്പമാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് ഉണ്ടായിരുന്ന നന്മകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ നന്മയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഓണക്കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിച്ചേരുന്ന ഒരു കാലമാണ്. എല്ലാവർക്കും അവധി, സ്കൂളിന് അവധി, ജോലിക്ക് അവധിയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടിച്ചേരും. ആ കൂടിച്ചേരുന്നതിൽ പോലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എവിടെയാണ് നമ്മൾ കൂടിച്ചേരുക? മിക്കവാറും വയസ്സായ ആളുകളുള്ള സ്ഥലത്താണ്. മുത്തശ്ശനും മുത്തശ്ശി അല്ലെങ്കിൽ അമ്മേൻ ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് കൊച്ചുമക്കളും മക്കളും ഒക്കെ വന്നു ചേരുക ചെയ്യുക. എന്നിട്ട് ആ അയൽവക്കക്കാരും എല്ലാവരും ചേർന്നിട്ടുള്ള ആഘോഷമാണ്. ഈ ആഘോഷം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ ആഘോഷമോ മറ്റേ ക്രിസ്ത്യൻസിൻ്റെ ആഘോഷമോ മുസ്ലിംസിൻ്റെ ആഘോഷമായിട്ടല്ല, മലയാളിയുടെ ആഘോഷമായിട്ടാണ് ഓണത്തിനെ നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇപ്പോൾ വലിയൊരു അപകടം കാണുന്നത്, ഒന്ന് ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കലാണ്. ആ വാക്ക് തന്നെ വളരെ അപകടകരമായിട്ടുള്ള അടിച്ചു പൊളിക്കുക എന്ന്. അപ്പോൾ ഓണം അടിച്ചു പൊളിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അതൊരു ഡിസ്ക്രിപ്റ്റീവ്, അതായത് ഒരു നാശത്തിൻ്റെ ഒരു ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു പുനർസൃഷ്ടിയുടെ ഒരു സങ്കല്പത്തിലാണ് നമ്മളെപ്പോഴും ഒരു വളർച്ചയെ, നന്മയെ നമ്മൾ സംസാരിക്കേണ്ടത് പോലും. ഭാഷ പോലും മാറ്റേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് ഓണത്തിൻ്റെ രാഷ്ട്രീയം കൂടുതൽ പറയുകയും ഓരോരുത്തരും ഓരോരുത്തരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂട്ടായ്മ, പങ്കുവയ്ക്കൽ, ഇതിൽ ഏറ്റവും പ്രധാനം അത് തന്നെ. കൂടിച്ചേരുക, എല്ലാവരും ഒന്നിച്ചു ചേരുകയും ഭക്ഷണം ഉണ്ടാക്കുകയും അത് ഒന്നിച്ചിരുന്ന് കഴിക്കുകയും അതിനുശേഷം ഒന്നിച്ച് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന. ഇപ്പോൾ ഓണക്കളിയാണെങ്കിലും മറ്റേ ഊഞ്ഞാലാട്ടമാണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും ഒന്നിച്ച് കളിക്കുകയും ഒരു കൂടിച്ചേരലിൻ്റെ ഭംഗി,
അതിൻ്റെ ഒരാഘോഷമുണ്ട്. ആ ആഘോഷത്തിനെ ഇപ്പം മാറ്റി അതിപ്പോൾ ഓണത്തിന് മാത്രമല്ല, എല്ലാ ആഘോഷങ്ങളും എല്ലാ ആചാരങ്ങളും, ഇപ്പോൾ ജാതിയാണെങ്കിലും മതമാണെങ്കിലും അതൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനങ്ങളാണെങ്കിലും അത് ഉണ്ടായ കാലഘട്ടത്തിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നിലനിന്ന അതിൻ്റെ മൂല്യ സംഹിതകളെ നമ്മൾ മറക്കുകയും അതിന് പകരം ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ എത്തിപ്പിടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ആചാരങ്ങളിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇത് ചടങ്ങുകളാവുകയും അത് വിപണിയിലേക്ക് അതൊരു മുതലാളിത്തത്തിലേക്ക് വരുമ്പോഴത്തേക്കും, കാരണം എന്തും ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാകുന്ന ഒരു ലോകത്ത് നമ്മളോട് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വന്നാൽ എന്താ ലാഭം എന്നാണ് പലരും ചോദിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം കേട്ട് ശീലിച്ച ഒരു സമൂഹത്തിൽ ആഘോഷങ്ങളൊക്കെ തന്നെ ലാഭം ഉണ്ടാക്കാനുള്ള വിപണി നിയന്ത്രിക്കുന്ന നമ്മൾ ഉപഭോക്താക്കളെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ വിപണിയെ നിയന്ത്രിക്കുന്നതിനും അതിനാവശ്യമായ വിപണികൾ വളർന്നു വരുന്നതിനും പകരം കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വിപണിയിൽ കൊണ്ടുവന്ന് വെക്കുകയും ആ വിപണി നമ്മളിലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടേണ്ടത് നമ്മൾ ആവശ്യമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ആഘോഷങ്ങളും വിപണി കൺട്രോൾ ചെയ്യുന്നതാണ്. അത് ആഘോഷമല്ല. ആഘോഷം എന്ന് പറയുന്നത് കൂടിച്ചേരൽ, അതിൻ്റെ പങ്കുവെക്കൽ, അതിൻ്റെ കൂട്ടായ്മകൾ ഒക്കെ തന്നെ. ഒരു ചെറിയ വീടാണെങ്കിലും എല്ലാ ബന്ധുക്കളും വരുമ്പോൾ ഒറ്റ ഇതിൽ കുട്ടികളെല്ലാവരും പായ വിരിച്ച് നിരന്ന് കിടക്കുകയും ഭക്ഷണം എല്ലാവരും ഒന്നിച്ചുണ്ടാക്കുകയും ഒന്നിച്ചിരുന്ന് കഴിക്കുകയും അത് ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വേറൊരു സംഭവം കൂടി വന്നത്, ഓണം എന്ന് പറയുന്നത് മലയാളിയുടെ ഓണം. അത് ഈ അമ്പലങ്ങളിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന വേറൊരു വശമുണ്ട്. ഓണത്തിന് അമ്പലത്തിൽ പോകാന്നുള്ളത് പണ്ടൊന്നും അധികം കേട്ടിട്ടില്ല. ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയും ചേരുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ ഓണവും ക്രിസ്തുമസും ഇതുമൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ ഓണം വരുന്ന സമയത്ത് എല്ലാവരും പൈസ പിരിവിട്ട് ഉപ്പേരി വാങ്ങിക്കും, പായസം വാങ്ങിക്കും, പങ്കുവെച്ച് കഴിക്കുകയും ചെയ്യും. ക്രിസ്തുമസ് വരുമ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാവരും പങ്കുവെച്ചിട്ട് കേക്ക് വാങ്ങിക്കുകയും മുറിച്ച് കഴിക്കുകയും ചെയ്യും. അതുപോലെ ഈ മറ്റേ നോമ്പ് വീഴുന്ന സ്ഥലത്ത് നമ്മളെ വീടുകളിലേക്ക് ചെയ്യും. അത് എല്ലാവരും ചേർന്നിട്ടാണ് നോമ്പ് വീഴുക. ഇങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ചേർന്ന് ചെയ്തിരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഓണം വരുമ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം പൈസ പിരിക്കുകയും ഷെയർ ചെയ്യുകയും, ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം പൈസ പിരിക്കുകയും എന്നിട്ട് കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതായത് ജാതി മതവും ഒക്കെ നമ്മുടെ സങ്കല്പങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട്, മലയാളിയുടെ ഒരു സങ്കല്പങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് വരുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി അത് ആഘോഷിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ വായനശാലകളാണെങ്കിലും പണ്ട് അങ്ങനെയാണ്. വായനശാലകളിലും ക്ലബ്ബുകളിലും ഒക്കെ തന്നെ നമ്മൾ ഓണാഘോഷിക്കും. അവിടെ കവിതകൾ ചൊല്ലിയും കഥ പറഞ്ഞും ഊഞ്ഞാലാടിയും ഭക്ഷണം പങ്കുവെച്ചും ഒക്കെയാണ് ആഘോഷിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം വിപണിയിലേക്ക് പോകുന്നു. വിപണിയല്ല, അല്ലെങ്കിൽ ബിവറേജസ് അല്ല നമ്മുടെ ആഘോഷങ്ങളെ പിടിക്കേണ്ടത്. ഇങ്ങനെ പോയാൽ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും മയക്കുമരുന്നായിരിക്കും നമ്മുടെ ആഘോഷത്തിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതിൽ കാണം വിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും കൂടിയാണ്. അതെ, കൂട്ടായ്മയും പങ്കുവെക്കലും എന്ന രീതിയിലാണ് നമ്മുടെ ജ്യോതി മാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ മാമിന്റെ അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് ഈ ഓണാഘോഷം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കൂട്ടായ്മ തന്നെയാണ് ജ്യോതി പറയും പോലെ. ഇപ്പൊ ഇത്തവണ ഞങ്ങളുടെ അവിടെ ഞങ്ങൾ 40 കസിൻസും ഓരോരുത്തരും ഓരോ കടയിൽ അല്ലെങ്കിൽ തനിച്ചിരുന്ന് കഴിക്കുന്നതിന് പകരം ഞങ്ങള് എൻ്റെ അമ്മയുടെ വീട്ടില് എല്ലാ കസിൻസ്, അമ്മയാണ് ഏറ്റവും പ്രായമുള്ള ആള്, അപ്പോൾ അവരുടെ വീട്ടിൽ ഒന്നുകൂടി ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം, നമ്മളെല്ലാവരും കാത്തിരിക്കണം അമ്മ എന്ത് സാരി തരും ഓണക്കോടി. കുട്ടികൾ ഇപ്പം എൻ്റെ മോൻ ചോദിക്കും, അമ്മ ഐ യു ഗോയിങ് ടു ബൈ മീ ഫുൾ സ്ലീവ് ഷർട്ട് ഒരു ഹാഫ് സ്ലീവ് ഷർട്ട് ഫോർ വാട്ട്? അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് തന്നെ ഓണക്കോടിയുടെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ കൊച്ചിലേ മുതൽ ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നത് ഓണത്തിൻ്റെ തലേ ദിവസമാണ് ഈ സർപ്രൈസ് പൊട്ടിക്കുക. അന്ന് നമ്മൾ പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് വരണമല്ലോ, അപ്പോൾ ഓണക്കോടി മേടിക്കണം. അപ്പോൾ ഓണക്കോടി മേടിക്കാൻ എവിടെ പോകും? ഇപ്പം തന്നെ നമ്മൾ TV നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഭയങ്കര ഓഫറുകളാണ് പറയുന്നത്. ഓണത്തോടൊപ്പം 2 കോടി അങ്ങനെ ഭയങ്കര ഓഫറാണ്. ചെല്ലുമ്പോൾ എല്ലാത്തിനും വില കുറവാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന സൽവാറിന് 2000 രൂപ ഉണ്ടെങ്കിൽ ഓണത്തിന്റെ സമയത്ത് ചെല്ലുമ്പോൾ 1500 1200 രൂപയേ ഉള്ളൂ. അപ്പോൾ വി ബൈ ഫോർ 6 months ഒരു കൊല്ലത്തേക്കുള്ള സാധനങ്ങൾ ആ ഓണത്തിന്റെ സമയത്ത് തന്നെ മേടിച്ചു വെക്കും. അപ്പം കാണം വിട്ടും ഓണം ഉണ്ണണം എന്നല്ല, ഓണത്തിന്റെ സമയത്ത് നമുക്ക് ധാരാളം സാധനങ്ങൾ ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ മൊബൈൽ വളരെ ചീത്തയായിട്ടിരിക്കുക, കളയാറായി. അപ്പം ഞാൻ വിചാരിച്ചു ഓണം വരട്ടെ സെയിൽ വരട്ടെ, ഓണം വരട്ടെ സെയിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട്
അതിനുവേണ്ടി ആ ഓണത്തിൻ്റെ സമയത്ത് വരുന്ന ഡിസ്കൗണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പലരും ഓണ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ പല സ്ഥലങ്ങളിലും സാധാരണക്കാരുടെ ഇടയിൽ അവരുടെ സൊസൈറ്റിയിൽ ഓണ ഫണ്ട് ഉണ്ട്. ആ സമയത്ത് ഓണത്തിന് 2 ആഴ്ച മുമ്പ് അവർക്ക് ആ ഫണ്ട് കിട്ടും. ഒരു കൊല്ലം കൊണ്ട് അവർ തിരിച്ചടച്ചാൽ മതി. അതിന് വലിയ പലിശ അങ്ങനെയൊന്നുമില്ല. അവർ താമസിക്കുന്ന സമൂഹത്തിൽ എല്ലാവരും എവ്രിബഡി ഈസ് ലുക്കിംഗ് ഫോർവേഡ്. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ചിരിച്ച് അടുത്ത വീട്ടിൽ പോയി കൊച്ചുകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടുപ്പുകളൊക്കെ കാണിച്ചു. അങ്ങനത്തെ ഒരു അർത്ഥത്തിലാണ് ഓണത്തിനെ ഞാൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. നേരത്തെ ആങ്കർ മോള് പറഞ്ഞതുപോലെ അതിനോടൊപ്പം തന്നെ വളരെ ഒരു വിപത്തായിട്ട് വരുന്നത് മദ്യത്തിൻ്റെ ഒരു ആസക്തിയാണ്. 759 കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ തവണ ലിക്കർ സെയിലായത്. അത് വലിയ അഭിമാനത്തോടെ സർക്കാർ പറയാണ് 60 കോടി രൂപ കൂടുതലാണെന്ന്. അപ്പം ഞാൻ ഇത്തവണ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എത്ര കോടി രൂപ കൂടും, എത്ര കുടുംബത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് മദ്യമായിട്ട് ഒലിച്ചു പോകുന്നത്. ആഘോഷിക്കേണ്ടത് നേരത്തെ ജ്യോതി പറഞ്ഞ പോലെ എല്ലാവരും ചേർന്നിരിക്കുമ്പോൾ പുരുഷന്മാർ പതുക്കെ അങ്ങോട്ട് ഉൾവലിയും. ആരുടെയെങ്കിലും കയ്യിലൊരു ബോട്ടിൽ ഉണ്ടാവും. പിന്നെ തിരിച്ചു വരുന്നത് 4 കാലിലോ ഇഴഞ്ഞോ നീന്തിയൊക്കെയാണ് വരുന്നത്. അതോട് അതെ. അപ്പൊ ഓണത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് അവിടെ നഷ്ടപ്പെട്ടു. സ്ത്രീകൾ വേറെ സെറ്റായി. പണ്ട് കളി ഓണത്തല്ലെന്നൊക്കെ ജോലി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും തന്നെ തല്ല. ഈ ഊണ് കഴിഞ്ഞ ഉടനെ പതുക്കെ മദ്യ ഇതിലേക്ക് മാറുമ്പോ ഒരു തല്ല് തന്നെയായി. പിന്നെ ഭാര്യ വന്ന് സ്വന്തം ഭർത്താവിനെ പിടിക്കുന്നു, നീ എന്തിനാടി എന്റെ ഭർത്താവിനെ പിടിക്കുക, അങ്ങനെയല്ല, ആ ഒരു അലമ്പാകുന്നു. ഓണം നമ്മുടെ സർക്കാർ ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ ഈ മദ്യത്തിന്റെ സെയില് 1-ാം തീയതി മദ്യത്തിന്റെ സെയിലില്ല. അതുപോലെ അല്ലെങ്കിൽ ഗാന്ധി ജയന്തിയുടെ അന്ന് മദ്യത്തിന്റെ സെയിലില്ല. അതുപോലെ ഓണത്തിന് ബിവറേജസ് അടച്ചിടുവാണെങ്കിൽ പണ്ട് നമ്മൾ ആഘോഷിച്ചിരുന്നത് പോലെ ഓണത്തിന് എല്ലാവരും ചേർന്ന് പൂക്കളിടാനൊക്കെ എന്ത് രസമാണ്. അപ്പൊ അതും ഇപ്പൊ ഒരു സെയിലാണ് മോളെ. റോഡ് നോക്കുകയാണെങ്കിൽ മുഴുവനും തമിഴ്നാടിൽ നിന്ന് വന്ന പൂക്കളാ. നമ്മളുടെ സ്വന്തമായ തുമ്പപ്പൂവോ മുക്കുറ്റിപ്പൂവോ അപ്പൊ ഓരോ ദിവസം ഓരോ തരത്തില് പൂക്കളൊക്കെ എന്നിട്ട് ഇപ്പൊ എല്ലാം അവിടെ നിന്ന് വരുന്ന അരളി വരെ നമ്മൾ ഓണത്തിന് ഇടുന്നുണ്ട്. കുറെ ഇലകള്, കുറെ പൊടികളിൽ കളറ് ചേർത്ത് എല്ലാം ഒരു അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ. നമ്മുടെ കേരളത്തിൻ്റെതായ തനിമ നഷ്ടപ്പെട്ടു. പൂക്കച്ചവടക്കാരും മുതൽ ഓണത്തിന് വയ്ക്കുന്ന നമ്മളുടെ മഹാബലി തമ്പുരാനെയും ചുറ്റും വയ്ക്കുന്ന മൂർത്തികളുടെയൊക്കെ രൂപങ്ങൾ വരെ നമ്മളിപ്പോ കടയിൽ മേടിക്കുകയാണ്. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുമായിരുന്നു, കല്ല് വെച്ച് ഇതാക്കിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് എല്ലാം കടയിൽ പോയി മേടിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണ് നമ്മുടെ ഈ വിപണി. നേരത്തെ പറഞ്ഞ പോലെ 20,000 കോടിയോ പറഞ്ഞല്ലോ, ആ ഒരു 20,000 കോടി രൂപ എന്ന് പറയുന്നത് ഓണത്തിന്റെ എല്ലാ സാധനങ്ങളും. നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഞാൻ കാണായിരുന്നു ഓണസദ്യ 333 രൂപ ഒരിലയ്ക്ക്. നമ്മളുടെ ഒരു 10 പേർക്ക് കഴിക്കണമെങ്കിൽ അത്രയും രൂപയുടെ ആവശ്യമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് 10 പേർക്ക് സദ്യ ഉണ്ടാവും. പക്ഷേ ഇപ്പൊ എല്ലാം നമുക്ക് കൊണ്ടൊക്കെ തരിക, വീട്ടിൽ എല്ലാം സഹിതം ചുരുട്ടി കൊണ്ടുതരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൂടി ആൾക്കാരെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓഫീസുകളിൽ ഓണസദ്യയുണ്ട്, ഓണപ്പൂക്കളം ഉണ്ടാക്കുക. അത് പറഞ്ഞപ്പോഴാട്ടെ ജ്യോതി പറഞ്ഞ നേരത്തെ കമ്മ്യൂണിസ്റ്റുകാരിയാണെന്ന്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് പൂക്കളം ഇടാൻ പാടില്ല എന്ന്. ഓഫീസ് സമയത്ത് ഓഫീസുകളിൽ പൂക്കൾ ഇടാൻ പാടില്ല എന്ന് കഴിഞ്ഞതിൻ്റെ മുഖം ചുളിച്ച് കാണിക്കണ്ട, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം അതിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൂക്കൾ വിൽക്കുന്ന ആൾക്കാർക്ക് ഇത്തിരി സങ്കടമായിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ ഓഫീസുകളിലും ഇന്റർ ഡിവിഷൻ കോമ്പറ്റീഷൻസ്, ആരുടെ പൂക്കളമാണ് മെച്ചപ്പെട്ട പൂക്കളം. ഇപ്പം നമ്മുടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നോക്കുകയാണെങ്കിൽ ക്ലബ്ബുകൾ തമ്മിലുള്ള പൂക്കളം മത്സരമുണ്ട്. അതൊരു വലിയ വിപണിയാണ്. തലേ ദിവസം ലോറി കണക്കിന് സാധനങ്ങളാണ് വൈറ്റിലയിൽ വന്ന് പൂക്കൾ ഇറങ്ങുന്നത്. അതൊരു പൂക്കളുടെ വിപണി എന്ന് പറഞ്ഞാൽ അസാധ്യമായ അത്രയും കോടി രൂപ ചെലവാകുന്ന ഒരു, ആരുടെയും വീട്ടിൽ ഗാർഡൻ ഒന്നും ഇല്ലല്ലോ. അപ്പം എല്ലാം മേടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇല മുതൽ ഉണ്ണാനുള്ള ഇല മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളതല്ല. നമ്മൾ അതിനെ പറയുന്നത് വാചകത്തിന്റെ അർത്ഥത്തിൽ നമ്മൾ എടുക്കരുത്. എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഓണത്തിന് നമ്മൾ അവരെയും കൂടെ നമ്മളോടൊപ്പം കൊണ്ടുവന്നു. ഇപ്പം എനിക്കൊക്കെ ഓർമ്മയുണ്ട്, അമ്മമ്മ അടുത്ത് താമസിക്കുന്ന ചേച്ചിമാർക്കൊക്കെ ഓണത്തിൻ്റെ സമയത്ത് ഇപ്പം ഈ കിറ്റൊക്കെ വരുന്നതിന് മുമ്പ് അവർക്കും എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടോ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കുന്ന ജാതി മതഭേദമന്യേ അമ്മമ്മ എല്ലാവരുടെയും വീടുകളിൽ പോയിട്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഓർമ്മയുണ്ട്. എല്ലാവരും ചേർന്ന് സാഹോദര്യത്തോടു കൂടി തന്നെ ആഘോഷിക്കണം. അതിനൊന്നും വിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓണത്തിന് നമ്മൾ വിൽ ലുക്ക് ഫോർവേഡ് ടു ഓണം ബിക്കോസ് കുറേ സാധനങ്ങൾ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. ആ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. തുണികളാണെങ്കിലും ഒരു വർഷത്തേക്കുള്ള തുണികൾ മുഴുവൻ മേടിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഓണത്തിനെ കാത്തിരിക്കുന്നത്.
ഈ ഒരു ആഘോഷങ്ങളെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. ജാതി മത ഭേദമന്യേ അല്ല, എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലായിട്ടാണ് ഓണത്തെ നമ്മളെല്ലാവരും കാണുന്നത്. അതിനെപ്പറ്റിയുള്ളൊരു ഒപ്പീനിയൻ എന്താണ്? രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാം. ഈ മലയാളിയുടെ ഉത്സവമാണിത്. അതുകൊണ്ട് ഈ ചോദ്യം തന്നെ നിൽഷ ചോദിക്കേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്, അല്ലേ? വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇനി നമ്മളിത് ആരൊക്കെയോ എന്തെങ്കിലും അജണ്ട വെച്ചിട്ട് ഇനി ജാതിക്ക് വീതിച്ചു കൊടുക്കണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതൊന്നും കേരളത്തിൽ സംഭവിക്കില്ല എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളും കൂടിയാണ് ഞാൻ. ഇനി എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് ഒരു വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ജന്മി കുടിയാണ്. നമ്മൾ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഈ കാണം എന്ന് പറഞ്ഞ വാക്ക് പോലും അതിൽ നിന്നാണ് പറയുന്നത്. ശരിക്കും സ്വത്തുമല്ല ഈ കാണം എന്ന് പറയുന്നത്, കുടിയാന് കിട്ടുന്ന ഒരു ചെറിയ സംഭവമില്ലേ. അപ്പോൾ അതുപോലും വിട്ടിട്ട് ആഘോഷിക്കണം എന്ന് പറയുന്നത് മാമൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ ഒരു കൂടിച്ചേരൽ, ആഘോഷം, സന്തോഷം, ഏത് ഇല്ലാത്ത ആളും ഇത് ആഘോഷിക്കണം എന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊരു കാലം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്. അവിടെ നിന്നൊക്കെ മാറി മലയാളി ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ആഘോഷം എന്ന് പറഞ്ഞാൽ മദ്യമാണ്, അല്ലേ? പണ്ടൊക്കെ ഇപ്പോൾ ഒരു സദ്യ ഉണ്ണ, ഒരു ബിരിയാണി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലപ്പോഴും ഉണ്ടായിരുന്നായിരിക്കും. അപ്പോൾ നമ്മുടെ തന്നെ ഗ്രാൻഡ് പാരൻസൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ കല്യാണ ദിവസം അല്ല പെരുന്നാൾ, ഓണത്തിനൊക്കെയാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ന് നമുക്കിത് ഫോണിൽ വിളിച്ചാലും ഓൺലൈനിൽ അറിയില്ലേ, ഏറ്റവും ഇൻസ്റ്റാമാർട്ടിലൊക്കെ നമ്മൾ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പ് ബെല്ലടിക്കും. അങ്ങനെ വന്നപ്പോൾ ഈ സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മൾ നാട്ടിൽ പൈസക്കാർ മാത്രമുള്ള നാടൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മൾ ഈ ആളോഹരി വരുമാനം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ വിഭാഗം മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റോൾ മോഡലിംഗ് ഉള്ള കാലമാണ്. പ്രത്യേകിച്ച് സ്കൂളും അല്ല കോളേജൊക്കെ ഭയങ്കര എല്ലാവർക്കും പ്രാപ്യമായൊരു കാലത്ത് ഇതും പ്രാപ്യമാകാനുള്ളൊരു ശ്രമം ആരുടെ ഭാഗത്തുണ്ടാവും വെച്ചാൽ ഈ താഴെയുള്ള ആളുകൾ അല്ല വരുമാനം കുറവുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ റോൾ മോഡൽ കാണിക്കുന്ന ആൾക്കാർ ഈ കുടിച്ചും അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നും ഇതിൻ്റെ പുറകിലൊന്നും അല്ല കേട്ടോ. ഈ കുടിക്കാണ് ആഘോഷം എന്നുള്ളത് വിവരമില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന ഒന്നല്ല. ഇപ്പോൾ സ്മോക്കിംഗ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ എറണാകുളത്തൂടി നടക്കുമ്പോൾ അറിയാം, നല്ല പഠിപ്പുള്ള ജോലിയുള്ള ആണും പെണ്ണൊക്കെ തന്നെയാണ് ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്മോക്കിംഗ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ എറണാകുളത്തൂടി നടക്കുമ്പോൾ അറിയാം, നല്ല പഠിപ്പുള്ള ജോലിയുള്ള ആണും പെണ്ണൊക്കെ തന്നെയാണ് ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും വിദ്യാഭ്യാസം കൊണ്ട് ഒതുക്കാൻ പറ്റില്ല എന്ന് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പരിചയക്കാരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ ഒരു വേറെ വശം പറഞ്ഞാൽ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ബാങ്കിൽ ഒരു പേര് എനിക്കൊന്ന് മാറ്റണമായിരുന്നു. അപ്പോൾ ഞാൻ ആ ബാങ്കിൽ നമ്പറിൽ വിളിക്കുമ്പോൾ എപ്പോഴും ഹെഡ് ഓഫീസിലേ പോകുള്ളൂ. ഞങ്ങൾക്ക് ബ്രാഞ്ച് കോള് പറ്റൂല എന്ന് പറയും. അപ്പോൾ എനിക്ക് എൻ്റെ പലതും ബുദ്ധിമുട്ടായി, അറിയില്ല, ആധാറിൽ വേറെ അങ്ങനെയൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതേസമയം ലോണ് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് കോള് വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല ക്ഷമയുള്ള ആളെന്നൊക്കെയാണ് എന്നോട് പറയാറ്. പക്ഷേ ഞാൻ ഒരിക്കൽ ഇത് ശരിയാവാഞ്ഞിട്ട് ഒരിക്കൽ ആ വിളിച്ച കുട്ടീനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പുറത്തുള്ള ഒരാളോട് ദേഷ്യപ്പെട്ട സംഭവം എൻ്റെ ഓർമ്മയില്ല. പക്ഷേ എനിക്ക് തന്നെ എന്നിട്ട് ഭയങ്കര അപ്സെറ്റായി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും ദേഷ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഒരു പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര കോൾ ചെയ്തു, ഒരിക്കലും മുന്നെടുത്ത ഒരാളല്ല പിന്നീട് എടുക്കണം. അപ്പോൾ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. ആരാണ് ഇത്? അതേസമയം ഈ ലോൺ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്ര കോൾ എത്ര മെസ്സേജ് വരണം സെയിം ബാങ്കിൽ നിന്ന്. അപ്പോൾ ഞാൻ പേരൊന്നും പറയണില്ല, അപ്പോൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഞാനൊക്കെ എൻ്റെ ഉള്ളിൽ ശബ്ദം ചെയ്തൊരു കാര്യമാണ് ലോൺ എന്ന് പറഞ്ഞ സാധനം മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത്. അത്ര നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ എടുക്കേണ്ട ഒരു സാധനമാണ്. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വരുമാനം ഇല്ലാത്ത ഒരാൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിക്ക് ചിന്തിച്ചറിയാം, എന്തെങ്കിലും എമർജൻസി വന്നാൽ ഈ പറഞ്ഞതെല്ലാം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും കടം എടുക്കും. ഇപ്പോൾ ഞാൻ പേരെടുത്തൊക്കെ പറയാം, ഇസാഫ് പോലെയുള്ള കുറേ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളെ കുടുംബശ്രീയൊക്കെ പോലെയുള്ള ചെറിയ ചെറിയ യൂണിറ്റിനെയാണ്. അപ്പോൾ 10,000 ഒക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ ഒരുപാട് കേസിൽ ഇടപെട്ട ആളാണ്. എൻ്റെ കയ്യിൽ എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വേണമെങ്കിൽ ആരും ചോദിച്ചാൽ ഞാൻ തരും. അതായത്
അത്രയും ആളുകൾ ഇതിൽ 10,000 എടുക്കുക. പക്ഷേ ഇതിങ്ങനെ അടിക്കാൻ പറ്റാണ്ടതായി, പ്രത്യേകിച്ച് പ്രളയം കൊറോണ ഒക്കെ വന്ന കേരളത്തിൽ അറിയില്ല. ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ കയറി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. എന്നിട്ട് ആത്മഹത്യയിലേക്ക് പോണത്, അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷനിലേക്കൊക്കെ പോണ ഒരുപാട് ഫാമിലി ഉണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ആഘോഷിക്കാതെ വിപണിയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ഒരു പ്രിവിലേജ്ഡ് ഗ്രൂപ്പ് എന്നിവിടെ ഉണ്ട്. അത് അവരുടെയാണ്. ഇങ്ങനെ കുറേ ആളുകളെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ തീരദേശത്ത് വർക്ക് ചെയ്യുന്നത്, കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കടലിൻ്റെ ഒരു ഓരപ്രദേശമാണ്. ഒരു എലൈറ്റ് ക്ലാസ് ഉള്ളത് ഒരു വളരെ ചുരുക്കമാണ്. അതല്ലാത്ത ആളുകളിൽ ഈ ലോണ്, ഇതും പലിശ, വട്ടിപ്പലിശ എന്നൊക്കെ എന്നോട് പറയുന്നത് പറഞ്ഞാൽ, ഒരു മീൻ കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് 3,000 രൂപയ്ക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ വൈകുന്നേരം 3,300 രൂപ അയാൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മക്കൾ തിന്നേണ്ട കാശ് കൊണ്ടുപോയി പ്രാഗി പെറുക്കി കൊടുക്കുന്നത് ഇവിടെ ഉണ്ട്. ഈ റിയാലിറ്റീനൊക്കെ ഫേസ് ചെയ്യാതെ, ഇത് നമ്മളറിയില്ലേ, ഇത് ഗവൺമെൻറ്റിന് ചെയ്യാനുണ്ട്, NGO ചെയ്യാണ്ട് കുറേ ആളുകൾക്ക് ചെയ്യാനുണ്ട്. ഞങ്ങളൊക്കെ എപ്പോഴും ഒരു റിബലായിട്ടൊന്നും ഞാൻ മാറിയിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ പലരും പേരൊക്കെ എടുത്ത് പറഞ്ഞാൽ എപ്പോഴും ഒരു റിബൽ ഗ്രൂപ്പിൽ പെടും. അത് റിബലല്ല, എനിക്കിത്തിരി നീതി മനുഷ്യത്വമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ കടം വന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ, കാണുന്നുണ്ടെങ്കിലല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. 3 സെൻറ്റ് സ്ഥലവും ഇല്ലാത്ത ആളുകളെ എനിക്കിപ്പോഴും അറിയാം, നേരിട്ടറിയാം. എല്ലാ വിഭാഗത്തിലും ഉണ്ട്. ഇതിന് മതവും ജാതിയൊന്നുമില്ല. ഇല്ലാത്ത ആളുകളൊന്നും ഇല്ലാത്തവർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാതെ ഓണം ആഘോഷിക്കാൻ എന്നെ പോലുള്ളവർക്ക് പറ്റില്ല. പക്ഷെ നമ്മളെല്ലാത്തിലും കൂടും, ഉള്ളിൽ സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീടുകളിൽ അറിയില്ല, വലിയ വലിയ കല്യാണങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കതിനോടൊക്കെ രാജിയാവാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അറിയില്ല, ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇതിലേക്കൊക്കെ നിൽക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ മദ്യം, ഈ പലിശ അറിയില്ല, ഒരുപാട് പലിശയിൽ വർക്ക് ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരാതെ ഇത് എല്ലാവരുടെയും ആഘോഷമാവില്ല. അല്ലെങ്കിൽ ഇതൊരു എലൈറ്റ് ഗ്രൂപ്പിൻ്റെ, അല്ല പൈസ ഉള്ള ആളുകളുടെ ആഘോഷമായിട്ട് ചുരുങ്ങിപ്പോവും. ഇതിൻ്റെ കണക്കുകളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാം, എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച ഒരു സുപരിചിതയായ ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ പതിറ്റാണ്ടുകളായി അധ്യാപന രംഗത്തുണ്ട്. മാമിന് എന്താണ് ഈ ആഘോഷത്തെ, ഈ പറഞ്ഞ ഇവരുടെയൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞു, എന്തൊക്കെയാണ് മാമിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയുള്ളത്? ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഓണം എന്നുള്ള ആ 2 അക്ഷരം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക്, എല്ലാവരുടെയും മനസ്സിലേക്കും, മലയാളികളായിട്ടുള്ള എല്ലാവരുടെയും മനസ്സിലേക്കും സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും കളിചിരിയുടെയും ഒക്കെ ഒരു ഒരു അനുഭവമാണ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു പഴയ കാലത്തും ഇപ്പോഴും അതിനൊരു വ്യത്യാസമില്ല എന്നുള്ളൊരു ധാരണയാണുള്ളത്. പിന്നെ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളൊരു കാര്യം കൂടി നമുക്കുണ്ട്. ഏതായാലും എല്ലാവരും കാണം വിറ്റ് ഓണം ഉണ്ണണം എന്നുള്ള ഒരു വാച്യാർത്ഥത്തിലല്ല അത് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നേരത്തെ ശ്രീ പത്മജ ചേച്ചി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇവിടെ നിഷ പറഞ്ഞതുപോലെ, സൈക്കോളജിസ്റ്റ്, നമ്മുടെ ഒരു കാർഷിക സംസ്കാരവുമായി ഓണത്തിന് നമ്മൾ പലപ്പോഴും ബന്ധപ്പെടുത്താറുണ്ട്. പക്ഷേ ഓണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും, ചരിത്രപരമായിട്ട് വ്യാഖ്യാനം കൊടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, മിത്തോളജിക്കലായിട്ട് ശ്രമിക്കുന്നവരുണ്ട്, പുരാണ ഇതിഹാസങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്തിടെ കേട്ടൊരു ഇത്, ഏതാണ്ട് BC 2ാം നൂറ്റാണ്ട് മുതൽ ഇതിനെക്കുറിച്ചുള്ളൊരു പരാമർശം, ഓണത്തെക്കുറിച്ചുള്ളൊരു പരാമർശം സംഘകാല കൃതികളിൽ തുടങ്ങി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇതൊരു കാർഷികോത്സവമാണ്. പക്ഷേ അതിൽ പറയുന്നത് കാർഷികോത്സവം ആണ്, ഒപ്പം തന്നെ പത്മ ചേച്ചി സൂചിപ്പിച്ചതുപോലെ ഒരു വിൽപ്പനയുടെ ഉത്സവമായിട്ട് തന്നെ പണ്ടുകാലം മുതലേ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത്, കേരളം പിന്നീട് ഉണ്ടായതാണ് നമുക്കറിയാം, ഏറ്റവും ആധുനികമായൊരു ഇതാണ്. അപ്പോൾ അതിന് മുൻപേ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ളൊരു ബന്ധം, അവർ പ്രത്യേകിച്ച് ഇവിടെ വന്നിരുന്നത് നമ്മുടെ വിഭവങ്ങളെ കണ്ണുവെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ വിഭവങ്ങൾ മഴയൊക്കെ മാറി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ വിപണനം കൂടുതൽ സാധ്യമാകുക. പണ്ടത്തെ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ മാളുകളൊന്നുമില്ലല്ലോ, തുറസായ സ്ഥലങ്ങളിൽ കൂടി സാധനങ്ങളൊക്കെ കൂട്ടിവെച്ച്, അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാനും ഒപ്പം തന്നെ പകരമായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ നമുക്ക് പൊന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ തന്നിട്ടാണ് പോകുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൂടിയാണ് പൊന്നോണം
എന്നുള്ള ഒരു വെർഷൻ കൂടി വരുന്നത് എന്ന് ഞാനിപ്പോൾ അടുത്തിടെ കേൾക്കുകയുണ്ടായി. അപ്പോൾ വിൽപ്പനയുടെ ഒരു ഉത്സവമായിട്ടാണ് യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ ആരംഭകാലത്ത് ഉണ്ടാകുന്നത്. ഒപ്പം കാർഷികോത്സവമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. കാരണം കൃഷിയുടെ ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണല്ലോ, കൃഷിയിൽ നിന്നാണല്ലോ പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ്റെ റിസൾട്ട് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ഉണ്ടാവുന്നു, മാർക്കറ്റിൽ സാധനങ്ങൾ വിൽക്കുന്നു, പകരം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ മിക്കവാറും ഈ സ്വർണം അങ്ങനെയുള്ള വെള്ളി പോലുള്ള സാധനങ്ങളാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ ഹിന്ദു പുരാണവുമായി ഈ ഓണത്തിൻ്റെ സങ്കല്പത്തിന് ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അങ്ങനെയുള്ളൊരു സങ്കല്പമുണ്ട്. ഒപ്പം തന്നെ ആധുനിക കാലത്ത് ഓണം എന്നുള്ളൊരു സങ്കല്പത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് കേരളീയരുടെ ഒരു ദേശീയോത്സവമാണ്. മലയാളികൾ എവിടെയുണ്ടോ, അത് ഈ ഭൂമിശാസ്ത്രപരമായി കേരളത്തിലുണ്ടോ എന്നുള്ളതല്ല, മലയാളി എവിടെയൊക്കെയുണ്ടോ, അമേരിക്കയിലുണ്ട് മലയാളികളുടെ കൂട്ടായ്മയുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, യൂറോപ്പിലുണ്ട്. ഈവൻ ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് മലയാളി ഇല്ലാത്ത സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം അത്രയ്ക്ക് വ്യാപിച്ച് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ പല രീതിയിലും മലയാളികളായിട്ടുള്ളവർ കുടുംബമായിട്ടും അല്ലാതെ വ്യക്തികളായിട്ടും താമസിക്കുമ്പോൾ ആ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയിൽ ഈ സംഭവം കടന്നു വരികയാണ്, ഈ ഒരു ആഘോഷം. അപ്പോൾ അവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഒരു ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ചൊക്കെ ആധുനിക കാലത്ത് ചിന്തിക്കുന്നത്. അതിനു മുൻപേ തന്നെ ഈ കൃഷിയുടെ കണ്ടുപിടുത്തത്തിന് ശേഷം, മാനവ ചരിത്രത്തിൻ്റെ പുരോഗതിയിൽ കൃഷിയുടെ കണ്ടുപിടുത്തത്തിന് ശേഷം ഉൽപ്പാദനം കൂടുതലായിട്ട് കിട്ടുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം അന്വേഷിച്ച് പോകേണ്ട ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് മനുഷ്യൻ മുക്തനാകുന്നു. അപ്പോൾ ഒഴിവു സമയങ്ങൾ ഉല്ലാസവേളകളാക്കുന്ന ഒരു സന്ദർഭം ഇപ്പോഴത്തെ പരസ്യത്തിലൂടെയല്ല, മുൻപും മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒഴിവു സമയങ്ങളിൽ സന്തോഷിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു വാസനയാണ്. അതും ഒറ്റയ്ക്കല്ല, മനുഷ്യനൊരു എന്താ പറയുക, ഒരു സോഷ്യൽ ആനിമൽ എന്നുള്ള രീതിയിലാണ് ചരിത്രകാരന്മാരും ഹ്യൂമനിസ്റ്റുകളും ഒക്കെ പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടായ്മയിലൂടെ ഈ സന്തോഷം പങ്കിടുക, മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളത് പുരാതന കാലം മുതലേ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭം മുതലേ നമ്മൾ കേട്ടുകേൾവിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ളത് തന്നെ വേണം ഈ ഓണത്തിൻ്റെ ആഘോഷത്തെ കാണാൻ. ഇപ്പോൾ കാണം വിറ്റും ഓണം ഉണ്ണണോ എന്ന് ചോദിച്ചാൽ, ഈ കാണം എന്നുള്ള സങ്കല്പം വന്നിട്ടുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക സംസ്കാരവും അല്ലെങ്കിൽ ഒരു ജന്മിത്വ വ്യവസ്ഥിതിയിൽ ജന്മിയിൽ നിന്ന് നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന കൃഷിഭൂമിയിൽ നിന്ന് ഒരു തുണ്ട് ഭൂമി വാങ്ങി, പാട്ടത്തിന് വാങ്ങി കൃഷി ചെയ്യുന്ന കർഷകൻ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആണെങ്കിൽ പോലും അത് വിറ്റിട്ടാണെങ്കിലും സന്തോഷിക്കണം എന്നുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മനുഷ്യസഹജമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒപ്പം തന്നെ ഓണം എന്നുള്ള സങ്കല്പത്തിൽ വലിയ ആശയങ്ങളും ആദർശങ്ങളും ഉണ്ട്. അതിൻ്റെ സത്ത അല്ലെങ്കിൽ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിൻ്റെ ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. എല്ലാ മനുഷ്യരും സന്തോഷിക്കണം എന്നുള്ളതാണ്. എല്ലാവരും, അതെങ്ങനെയാണെങ്കിലും നിങ്ങൾക്കുള്ളത് കൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരും സന്തോഷിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് അതിൻ്റെ ഒരു സെക്യുലർ ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് ഒരു മതനിരപേക്ഷം, ഏതെങ്കിലും ഒരു മതത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സങ്കല്പമല്ല. അങ്ങനെ എടുക്കുന്നവരുണ്ടാവാം, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഏത് മതവിശ്വാസികൾക്കും ഏതൊരു സന്ദർഭത്തെയും ഏതൊരു ആഘോഷത്തെയും അവരുടേതായ റിലീജിയസ് ആയിട്ടുള്ള കൺസെപ്റ്റിൽ അവർക്കെടുക്കാം. പക്ഷേ ഒരു മാനവികതയിൽ വിശ്വസിക്കുന്ന, മനുഷ്യൻ എന്നുള്ള കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ അവർക്കെടുക്കാവുന്നത് അതിലെന്താണുള്ളത്, സമൂഹത്തിന് എന്തു കൊടുക്കുന്നു. ആഘോഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, സമൂഹത്തിന് ഈ ആഘോഷം എന്താണ് കൊടുക്കുന്നത്. അത് ഓണത്തിന് മാത്രമല്ല. ഇപ്പോൾ ഓണത്തിന് എല്ലാവരും നമ്മൾ അതിൽ സങ്കല്പം എന്താണ്, ഒരു നല്ലൊരു ചക്രവർത്തി, എല്ലാവരുടെയും ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു മഹാബലി, ഒരു ചക്രവർത്തി ഇവിടെ ഭരിച്ചിരുന്നുവെന്നും അന്ന് ആർക്കും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും എല്ലാവരും നല്ല ഹെൽത്തി ആയിരുന്നെന്നും കള്ളവും ചതിവും കള്ളപ്പറയും ഒന്നുമില്ലാത്ത ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നെന്നും നമ്മൾ സങ്കല്പിക്കുകയാണ്. ആ സങ്കല്പം കൊടുക്കുന്നത് എന്താണ് ഞാനതിൽ കാണുന്നത്, ആ സങ്കല്പം ഒരു ഫ്യൂച്ചർ സൊസൈറ്റി, അത്തരത്തിലുള്ളൊരു ഫ്യൂച്ചർ സൊസൈറ്റിയിലേക്ക് മനുഷ്യർക്ക് പോകാനുള്ള ഒരു സ്റ്റിമുലേഷനാണ്. ആ ഓണത്തെ നമുക്ക് അങ്ങനെ കാണാം. ഇപ്പോൾ ഇത് എന്തൊക്കെ ചെയ്താണെങ്കിലും നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കൺസെപ്റ്റ്, ഒരു വാല്യൂ പോയിൻ്റ്, ആ വാല്യൂ പോയിൻ്റ് ഈ ആഘോഷങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകാതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതെന്ത് കാണിച്ചിട്ട് നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോഴും, നമ്മളിപ്പോൾ പത്മ ചേച്ചി ഇവിടെ സൂചിപ്പിച്ചതുപോലെ
കുടുംബമായിട്ട് ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബശ്രീകൾ അവരുടെ കൂട്ടായ്മയിൽ ആഘോഷിക്കുമ്പോൾ, ഈ ആഘോഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പുരുഷന്മാർ ആഘോഷിക്കുമ്പോൾ ഈ ആഘോഷങ്ങൾക്കിടയിൽ അവിടെ കിട്ടുന്ന ഒരു മൂല്യബോധമുണ്ട്. അത് ഒരു ഹ്യൂമനിസ്റ്റിക് സെക്യുലർ വാല്യൂ. എല്ലാ മനുഷ്യരും എല്ലാവരും, അതിലൊരു വിഭാഗീയതയില്ല. അതുപോലെ തന്നെ മതനിരപേക്ഷവുമാണ്. എല്ലാവർക്കും ആഘോഷിക്കാം, വിഭാഗീയതയും അവിടെയില്ല. മറിച്ച് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമുള്ള കൺസെപ്റ്റിൽ ചെയ്യാം. ഇപ്പോൾ വാമനമൂർത്തിയെ വെച്ച് ആരാധിക്കുന്ന ഹൈന്ദവ ഒരു സമൂഹത്തിന് അവർക്ക് അതിൻ്റെ ഒരു വെർഷൻ അവർക്കെടുക്കാം. അതുപോലെ വേറെ ഏതെങ്കിലും സമത്വത്തിൽ അധിഷ്ഠിതമായൊരു സങ്കല്പത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ, ജ്യോതി ചേച്ചി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള അവർ ഒരു സമൂഹത്തെ ആഗ്രഹിക്കുന്നത് ഇക്വാളിറ്റി ഉള്ള ഒരു സമൂഹത്തെയാണ്. അപ്പോൾ ആ ഒരു സമത്വാധിഷ്ഠിത സമൂഹം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരെ സംബന്ധിച്ച് ഓണം കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു ഈക്വലായിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇക്വാളിറ്റി സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അവർക്കതെടുക്കാം. ഇപ്പോൾ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അപ്പോൾ അതിൽ ഇപ്പോൾ നവരാത്രി ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ അത് കഴിയുമ്പോൾ നവരാത്രിയുടെ ആഘോഷം വരികയാണ്. അപ്പോൾ നവരാത്രിയുടെ ആഘോഷത്തിൽ നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളൊരു വ്യക്തി കൂടിയാണ്. ആ ഒരു ഇത് എന്തുകൊണ്ട് ഫെമിനിസം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു കുറേ കാര്യങ്ങളുണ്ട്, പറയുന്നില്ല. പക്ഷേ നവരാത്രിയിലൊരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുണ്ട്. അതായത് എല്ലാ ദേവന്മാരും പരാജയപ്പെട്ടിടത്ത് സ്ത്രീ രൂപത്തിൽ വന്നൊരു ദേവി ഈ ഒരു തിന്മയെ നിഗ്രഹിക്കുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവരുടെ മനസ്സിന് ഒന്ന് കരുത്ത് കൊടുക്കാൻ പറ്റുന്ന, അവരുടെ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഒരു സങ്കല്പമാണ് അതിലുള്ളത്. അപ്പോൾ ഏത് ആഘോഷത്തിനും കേവലം ആഘോഷമായിട്ട് വേണമെങ്കിൽ നമുക്ക് പൊടിച്ച് കളയാം. ഇപ്പോൾ 20,000 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആവാം. സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ളൊരു ആഘോഷമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ളൊരു ആഘോഷമായിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഓണത്തെക്കുറിച്ച് തന്നെ ഇപ്പോൾ നിയറസ്റ്റായിട്ട് പല പല വെർഷനുകൾ വരുന്നുണ്ട്. ഓണത്തിൽ ആരെയാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട്. അതിലുപരി നമുക്ക് എല്ലാ മനുഷ്യർക്കും കൂടി ചേർന്ന് ആധുനികമായൊരു സൊസൈറ്റി, ഒരു മോഡേൺ സൊസൈറ്റി, മോസ്റ്റ് മോഡേൺ സൊസൈറ്റിക്കകത്ത് ഈ എല്ലാ വിഭാഗീയതയിലും ഇല്ലാതാക്കാനുള്ള ഒരു സന്ദർഭമായി, ഒരു ആശയമായി അത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ പണം ഉള്ളത് അടിച്ച് പൊളിച്ച് തീർക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതെങ്ങനെ പ്രൊഡക്റ്റീവായി, ജ്യോതി ചേച്ചി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡിസ്ട്രക്റ്റീവ് എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെ ഒരു പ്രൊഡക്റ്റീവായി പണത്തെയും ഈ ഓണസങ്കല്പത്തെയും ആഘോഷ സങ്കല്പത്തെയും എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ള ചർച്ചയിലേക്ക് പോകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓണത്തെക്കുറിച്ച്, ആഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ആഘോഷിക്കുകയാണ്. അപ്പം അതിൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ഇപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ് ഈ ആഘോഷങ്ങൾക്ക്. അത് ഓണത്തിന് മാത്രമല്ല, റംസാൻ വന്നാലും ബക്രീദ് വന്നാലും ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും വിഷു വന്നാലും അവിടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു കൈത്താങ്ങ്, അത് കിറ്റായിട്ടും മറ്റ് സാധനങ്ങളായിട്ടും ഒക്കെ തന്നെ എത്തിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് കൊടുക്കുന്നൊരാശയം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹാപ്പിനെസ് ഉയർത്താൻ മനുഷ്യർക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം. ഒപ്പം തന്നെ ആ സന്ദർഭങ്ങൾ ഉപയോഗിക്കുമ്പോൾ സമീപ ഭാവിയിൽ ആ സന്തോഷം വർദ്ധിപ്പിക്കാനും എല്ലാവരിലേക്കുമായിട്ട് കൊടുക്കാനുമുള്ള ഒരു സാഹചര്യമായി ഇതിനെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ കാണുന്നത്. ടീച്ചർ ഇപ്പം അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു കോമൺ അല്ലേ കോസ്റ്റ്യൂമിലാണ്. പിന്നെ ജ്യോതി മാം കുറച്ചൊരു വസ്ത്രം ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഒരു കാഷ്വൽ ഡ്രസ്സിലാണ്. മാം മാത്രം, ടീച്ചർ മാത്രമാണ് ഇപ്പം ഈ ഒരു കേരള കോസ്റ്റ്യൂമിൽ വന്നിരിക്കുന്നത്. ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് നിന്ന സമയത്താണെങ്കിലും അതിന് മുൻപാണെങ്കിലും മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂടുതലും ഈ ഒരു കേരളീയ വസ്ത്രങ്ങളോടുള്ള ഒരു താല്പര്യം, ഇഷ്ടം ഒക്കെ എപ്പോഴും അങ്ങനെ ധരിക്കാനാണോ ടീച്ചറിന് ഇഷ്ടം? അല്ല, ഒരു ചോദ്യം, അങ്ങനെയാണോ ഇഷ്ടം? എപ്പോഴും അങ്ങനെ ധരിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ മെജോറിറ്റി അങ്ങനെ തന്നെ ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാല്, അപ്പൊ നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ നിർബന്ധിതരാകുന്നുണ്ടോ ഇല്ലേ, അങ്ങനൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഓണ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ നോർമലി ടീച്ചറായാലും ഇല്ലേ ഇത് ധരിച്ചു വരുന്നതാണ് കൂടുതൽ അഴക് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഇങ്ങനെ തന്നെ ചിന്തിക്കുമല്ലേ, ഓണം ആയതുകൊണ്ട് എനിക്കൊരു ഓണക്കോടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, പിന്നെ കാഷ്വൽസിൽ എനിക്കത് പറ്റില്ല. അപ്പം ആ ഒരു ചിന്തയെ പറ്റി ടീച്ചർക്ക് എന്താ പറയുക? തീർച്ചയായിട്ടും ഓരോ ആഘോഷത്തിനും ഓരോരോ വസ്ത്രധാരണ രീതി പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ ഇപ്പോൾ
ഈ പുതിയ ഒരു കച്ചവടവൽക്കരണ കാലഘട്ടത്തിൽ അത് കൂടുതലായിട്ട് അതിനെ എന്താ പറയുക ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പക്ഷേ ഇപ്പോൾ സെറ്റും മുണ്ടും അല്ലെങ്കിൽ സെറ്റ് സാരി എന്നുള്ളത് കുറേ കാലങ്ങളായി മലയാളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്ത്രധാരണ രീതിയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഓണ സന്ദർഭങ്ങളിൽ മിക്കവാറും മലയാളികളായിട്ടുള്ള സ്ത്രീകൾ ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേഷം കൂടിയാണ് സെറ്റ് മുണ്ടും എന്നുള്ളത്, മുണ്ടും നേരിയതും ഒക്കെയുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവാം. ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കും അവർക്ക് ധരിക്കാൻ ഉപയോഗിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് അടുത്തറിഞ്ഞിട്ടുള്ള ഇപ്പം എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിട്ടായാലും പഠിപ്പിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ടായാലും ഓണത്തിന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എൻ്റെ മക്കളും അല്ലെങ്കിൽ മരുമക്കളൊക്കെ ഒരു സെറ്റ് മുണ്ടുണ്ടോ, അതായത് ഓണത്തിൻ്റെ അന്ന് എടുക്കാൻ അല്ലെങ്കിൽ ഓണത്തിന് വേണ്ടിയുള്ള ഇപ്പോൾ ഷൂട്ടാണല്ലോ, ഓണത്തിൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഒരു സെറ്റ് മുണ്ടും, അപ്പോൾ ഞാൻ എടുത്തോളാൻ പറഞ്ഞിട്ട് ഇടും. അപ്പോൾ അതങ്ങനെ. പിന്നെ മറ്റൊന്ന് സെറ്റ് മുണ്ടും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും സാരി ഉടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ധരിക്കാൻ പറ്റുന്നൊരു സാധനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2 പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉടുത്ത് ഇതിപ്പം സെറ്റ് മുണ്ടാണെങ്കിലും സാരി ആണെങ്കിലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നോർമലി അങ്ങനെ ഒരു നിർബന്ധിതരാകുന്നില്ലേ നമ്മുടെ സംസ്കാരം അതിലേക്ക്. അങ്ങനെ ഇപ്പൊ ഞാനൊന്നും ഇടയ്ക്കേറി പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിതരൊന്നും ആവുന്നില്ല. ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുകയാണെങ്കിൽ ഒരു ഭംഗിയാണ്. അപ്പൊ ഞാൻ ഇന്നലെ ചെന്നൈയിലായിരുന്നു, ഞാനൊരു കേരള സാരിയാണ് ഉടുത്തിരുന്നത്, ഫുൾ എംബ്രോയിഡറി വർക്ക് ചെയ്തത്. അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്നുള്ളൊരു ലേഡി വന്ന് എന്നോട് ഇതൊരു ഭംഗിയാ പത്മജ, ഓരോ തവണ വരുമ്പോഴും ഓരോ ഭംഗിയുള്ള കേരള, ദിസ് കോൾഡ് യുവർ ഹാൻഡ്ലൂം സാരി. അപ്പോൾ ആ നമ്മളുടെ ഹാൻഡ്ലൂമിന്റെ ഒരു ഭംഗിയുണ്ട്, ട്രഡീഷണൽ ഡ്രസ്സിങ്. ഇപ്പം നമ്മളിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ഈ ഓഫ് വൈറ്റ് കളർ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് ചുളുങ്ങും. അപ്പം എന്നാൽ പോലും നമ്മളുടെ കേരളീയരെ ലോകത്തിൻ്റെ എവിടെ പോവുകയാണെങ്കിലും അവർ തിരിച്ചറിയുന്നത് നമ്മുടെ ഹാൻഡ്ലൂം. ഇപ്പോൾ പവർലൂമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹാൻഡ്ലൂം സാരി, അതിന്റെ കസവ്, അതിനോടിപ്പോൾ ചേർന്ന് വരുന്ന വളരെ പ്രഷ്യസ് ആയിട്ടാണ്. ഞങ്ങള് സംഘടനാപരമായിട്ട് ഡൽഹിയിലൊക്കെ മാർച്ചിന് പോകുമ്പോൾ ഒരെണ്ണത് കയ്യിൽ കരുതും. എന്നിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന അവര് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. അതുപോലെ മണിപ്പൂര് അവരൊക്കെ വരുമ്പോ അവരുടെ ഒരു ഡ്രസ് ഉണ്ടല്ലോ, അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ് ഉണ്ട്. കഴിഞ്ഞാൽ ഞങ്ങൾ അഹമ്മദാബാദിൽ ഇതുപോലെ ഞങ്ങളുടെ നാഷണൽ കൺവെൻഷനോ ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള എറണാകുളത്തു നിന്നുള്ള എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. എത്ര പേരായിരുന്നു ഞങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ. കാരണം അവർക്കൊക്കെ പറയുമ്പോൾ ഗദ്വാൾ സാരി അല്ലെങ്കിൽ കാഞ്ചീപുരം സാരി എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാധാരണ ഒരു കസവുള്ളത്. ഈ നമ്മളുടെ പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് ഇന്ത്യയിൽ തന്നെ ആർക്കും ഉണ്ടെന്നില്ല. എറണാകുളത്തു നിന്നുള്ള എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. എത്ര പേരായിരുന്നു ഞങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ. കാരണം അവർക്കൊക്കെ പറയുമ്പോൾ ഗദ്വാൾ സാരി അല്ലെങ്കിൽ കാഞ്ചീപുരം സാരി എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാധാരണ ഒരു കസവുള്ളത്. ഈ നമ്മളുടെ പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് ഇന്ത്യയിൽ തന്നെ ആർക്കും ഉണ്ടെന്നില്ല. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, ഇവിടെ നമ്മളിവിടെ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞു. വസ്ത്രം അതാത് കാലഘട്ടത്തിൽ അതാത് പ്രാദേശികമായിട്ട് ഉണ്ടാക്കുന്ന ഏതൊരു ഉൽപ്പന്നത്തിനും അതിൻ്റെതായ പവറും അതിൻ്റെതായ ഭംഗിയും സന്തോഷമുണ്ട്. പിന്നെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അത് ഒരു ഫിക്സഡ് അല്ല, ഇത് കൊടുത്താൽ ഭംഗി ഉണ്ടാവും മറ്റേത് കൊടുത്താൽ ഭംഗിയില്ല എന്നുള്ളത് അത് നോക്കണവരുടെ കണ്ണും കൂടി ചേർന്നിട്ടുള്ളതാണ്. പക്ഷെ പ്രാദേശിക സാധനത്തിന് പ്രാധാന്യമുണ്ട്. കാരണം പ്രാദേശികമായിട്ടുണ്ടാകുന്ന ഓരോന്നിനും അതതിൻ്റെ ഇതിൽ ഇപ്പോൾ എന്താ പറയുക, സൗത്ത് ആഫ്രിക്കക്കാർക്ക് അവരുടെ നാട്ടിലുള്ള കാര്യങ്ങളായിരിക്കും, യൂറോപ്യൻസിന് അവരുടെ നാട്ടിലുള്ളതായിരിക്കും, നമുക്ക് കേരളത്തിലുള്ളവർക്ക് കേരളത്തിൻ്റെ ഒരു ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യവും അതിന് പ്രസക്തിയും അതിന് ആരോഗ്യകരമായിട്ടുള്ള കാരണം അതിൻ്റെ കാലാവസ്ഥയും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും കൂടി നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ പ്രാധാന്യമുണ്ട്. പക്ഷെ സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ വിപണിയുടെ ഞാൻ ആദ്യം ഒന്നും കൂടി ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആഘോഷം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. ആഘോഷം എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങിക്കൂട്ടലല്ല എന്ന് ഉറപ്പിച്ചു പറയലാണ് എൻ്റെ ഒരു ഇത്. ആഘോഷം എന്ന് പറയുന്നത് ഒത്തുചേരലും പങ്കുവെക്കലും കൂട്ടായിട്ടും ഒറ്റയ്ക്കും സന്തോഷിക്കുക എന്നുള്ളതാണ്. അതാണ് ആഘോഷത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ഇത് പറഞ്ഞ മാതിരി മാഡം പറഞ്ഞതുപോലെ ഈ വിളവെടുപ്പ് പണ്ടൊക്കെ തന്നെ ഈ കാർഷിക രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, കാർഷിക രാജ്യമാണ്. നമ്മുടെ എവിടെയായാലും വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ
അപ്പം മാത്രം അപ്പോഴാണ് ആളുകളുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് സാധനങ്ങൾ വാങ്ങുക എന്ന് പറയുന്നത്. വസ്ത്രങ്ങളായാലും ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ, എൻ്റെ വീട്ടിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം എൻ്റെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് ഓണത്തിനല്ല ഇത് വരുന്നത്, കീറുമ്പ വാങ്ങുക എന്നുള്ളതാണ് വളരെ സ്പെസിഫിക് ആയിരുന്നു. പിന്നെ ആഘോഷത്തിന് ഉടുപ്പ് വാങ്ങുക എന്നുള്ളതുണ്ടായിരുന്നില്ല, നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഉടുപ്പ് കീറിയിട്ട് എടുത്തത് എന്നുള്ള വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയത്തിൽ വാങ്ങിച്ചു എന്നുള്ള. പക്ഷെ പലർക്കും നമുക്കറിയാം, ഇപ്പം നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാരും ഈ തേങ്ങ വിറ്റും നെല്ല് വിറ്റും ഒക്കെ പൈസ അല്ലെങ്കിൽ അതിൻ്റെ ഇതൊക്കെ കിട്ടുമ്പോഴാണ് ഉടുപ്പ് വാങ്ങുന്നത്. അപ്പം മാത്രമേ വാങ്ങുന്നുള്ളൂ. ഇന്ന് നമ്മൾ 365 ദിവസം തുറന്നു വെച്ചേക്കണം മാളിൽ പോയി വാങ്ങുന്ന ആളുകളാണ് ഈ ഓണത്തിന് അഡീഷണൽ ആയിട്ടാണ്, അധികമായിട്ടാണ് എടുക്കുന്നത്. അതാണ് ഇതിലൊരു വ്യത്യാസം. റിബേറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കച്ചവടക്കാരുടെ കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. റിബേറ്റ് കൊടുക്കുന്നതിന്റെ ഒരു പിന്നിലുള്ള കാര്യം കച്ചവടക്കാർക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നത് ഞാൻ അല്ലല്ല. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഷൈൻ ടീച്ചറും ഒരു കൗൺസിലറാണ്, ഞാനും ഒരു കൗൺസിലറാണ്. എന്നെ പ്രായമായ അമ്മമാര് വരെ 2 മാസം മുമ്പ് പറഞ്ഞു, കൗൺസിലറെ നമുക്ക് ഇത്തവണ കേൾക്കൂ, നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ സാരി മേടിക്കണം കേട്ടോ, ഒരേപോലത്തെ ബ്ലൗസ് മേടിക്കണം കേട്ടോ, ഓണക്കളി നമുക്ക് എല്ലാവർക്കും കൂടെ ചെന്ന് ഓണക്കളി എപ്പോഴാ തുടങ്ങണത്. അപ്പൊ ആ ആളുകൾ കാത്തിരിക്കാം. അല്ലെ, യു ആർ ഓൾസോ കൗൺസിലർ അല്ലേ? പ്രായമായ അമ്മമാരും മുതല് ചെറുപ്പക്കാര് വരെ ഒരേപോലത്തെ സാരി കൊടുത്ത് ഒരേപോലത്തെ ബ്ലൗസ് ഇട്ട് പത്മ ചേച്ചി, കമേഴ്സ്യലൈസേഷന്റെ ഒരു പ്രത്യേകതയാണത്. പരസ്യം ശരിയാണ്. ആളുകൾക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേരാനും പല സ്ഥലത്തും ഇപ്പൊ ഒരു കൗൺസിൽ എന്ന് പറയുമ്പോ എന്ത് വലിയ ഡിവിഷനാണ്, എത്രയോ കിലോമീറ്റർ. ഒരു ചെറിയ കാര്യം സൂചിപ്പിച്ചോട്ടെ, നമ്മുടെ സൈക്കോളജി ഉണ്ട്. ഈ സ്ത്രീകളൊക്കെ സംഘടിക്കാൻ തുടങ്ങിയത് ഈ കൂട്ടായ്മകൾ വന്നപ്പോഴാണ്. അപ്പൊ അവർ ആഘോഷിക്കണമെന്നുള്ളൂ, അറിയില്ലേ? അവര് സ്വന്തമായിട്ട് ഇപ്പൊ എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് സ്ത്രീകള് സ്വന്തം ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ആണുങ്ങൾ മേടിച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് അന്ന് അത്ര അറിയുള്ളൂ. ഇപ്പൊ സ്ത്രീകൾ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇഷ്ടങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെറിയ കൂട്ടായ്മ. അത് അറിയില്ലേ, എന്താ നമ്മള് പറയില്ല, തുടങ്ങിയുള്ള സ്ത്രീകള് ഒരു ഗ്രൂപ്പ് വന്നു, അല്ലെങ്കിൽ എല്ലാ മതസ്ഥരും അതിലുണ്ട്. ഞാൻ പറയുന്നത് ആളുകൾ വാങ്ങുന്നുണ്ടോ വാങ്ങുന്നില്ല എന്നുള്ള തർക്കത്തിലേക്കല്ല ഞാൻ പോകുന്നത്. അല്ല, ആ സന്തോഷങ്ങളെ ഫെസ്റ്റിവലിനെ കമേഴ്സ്യലൈസ് ചെയ്യുന്നു. അതെ, അത് നമുക്ക്. പക്ഷെ കച്ചവടക്കാരെ സംബന്ധിച്ച് ഈ ആഘോഷങ്ങളെ എങ്ങനെ കമേഴ്സ്യലൈസ് ചെയ്യാമെന്നാണ്. ഉദാഹരണം, ഒരു കല്യാണം. പണ്ടൊക്കെ നമ്മൾ കല്യാണം കൂടിയിരുന്നത് ഏറ്റവും കൂടിയാൽ 2 ദിവസം, തലേ ദിവസവും പിറ്റേ ദിവസം കല്യാണ ദിവസവും. ഇന്ന് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കല്യാണം നടക്കുന്ന വീടുകളിൽ മാത്രമേ പുതിയ വസ്ത്രം എടുക്കൂ. നമ്മൾ ഉള്ളത് എടുത്തോണ്ട് അല്ലെങ്കിൽ അയൽവക്കത്തുനിന്ന് കടം വാങ്ങിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രം മറ്റുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ അന്നൊക്കെ പുതിയ വസ്ത്രം ഒന്നും വാങ്ങിക്കലൊന്നുമില്ല. ദക്ഷിണയായിട്ട് കൊടുക്കില്ലേ വസ്ത്രം? എന്റെ അവിടെയൊക്കെ അങ്ങനെയായിരുന്നു. ഈ കണ്ടീഷനിങ്ങിൽ നമ്മളൊക്കെ വീണ് പോകുന്നുണ്ട്. അപ്പുറത്തെ ചേച്ചി സെറ്റ് കൊടുക്കുമ്പോൾ ഞാൻ സെറ്റ് കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണ്? അവള് പുതിയതിടവല്ല, അല്ലെങ്കിൽ കുട്ടികളെ, അത് കുട്ടികളെയാണ് ഏറ്റവും ആദ്യം, സ്ത്രീകളെയും കുട്ടികളെയാണ് പരസ്യം ചെയ്യുന്നത്. അപ്പൊ ഈ കണ്ടീഷനിങ് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. മാർക്കറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ആവശ്യമുള്ളത് മാത്രം എന്ന് പറയാനുള്ള സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു വളർച്ച നമുക്കുണ്ടാവണം. കടയിൽ ഒരുപാട് സാധനങ്ങൾ, കടയിൽ ഇരിക്കുന്ന 3 സാധനങ്ങൾ വാങ്ങേണ്ടത് എൻ്റെ അല്ല. ഇതിൽ ഞാനിത് പറയാൻ കാരണം ഇതിന് മുമ്പ് ഒരു 10-20 വർഷം മുമ്പാണ് കേരളത്തിലാണ്, അതായത് ഈ സിഗരറ്റ് വലിയ സ്ത്രീകളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിഗരറ്റ് ഇറക്കി ആദ്യമായിട്ട്. അത് ടെസ്റ്റ് ചെയ്തത് എറണാകുളത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തും വച്ചാൽ വിറ്റ് പോണ ഒരു സ്ഥലമാണ് മലയാളി, പ്രത്യേകിച്ച് കൊച്ചി എന്നുള്ളൊരു ഇതുണ്ട്. കൊച്ചിയിൽ സിഗരറ്റ് ഇതായ പിന്നെ അതിൻ്റെ വിപണി ശരിയാവില്ല, അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്താം എന്നുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയുണ്ട്. ഇത് ഈ സാധനങ്ങൾ വെട്ടഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അത് നമ്മളുടെ അനിവാര്യമാക്കി തീർക്കുക എന്നുള്ളത് വളരെ ഈ കാര്യം പറയുമ്പോ ഞാൻ ഓർക്കുന്നത്, ഇപ്പൊ ഇവിടെ നമ്മൾ ചർച്ചയ്ക്കിടയിൽ നമ്മൾ സംസാരിച്ചത്, നമ്മളെല്ലായിടത്തും ഓണാഘോഷിക്കുന്നു. കൗൺസിലർ ആണെങ്കിൽ കൗൺസിൽ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ പഞ്ചായത്ത് ആഘോഷിക്കുന്നു, ഓഫീസുകളിൽ ആഘോഷിക്കുന്നു, കുടുംബശ്രീ ആഘോഷിക്കുന്നു, എല്ലാവരും ആഘോഷിക്കുന്നു. ഈ ആഘോഷം ഇങ്ങനെ വ്യാപകമായി അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ ഒരു കാരണം ചേച്ചി പറഞ്ഞത് തന്നെയാണ്, ഇതിനെ കച്ചവടവൽക്കരിക്കുക, എങ്ങനെ ലാഭം ഉണ്ടാക്കുക. ഒരാൾ ഒരു വീട്ടിൽ മാത്രം അതുപോലെ പത്മ ചേച്ചി നേരത്തെ പറഞ്ഞൊരു കാര്യത്തോട്
ഇടയിൽ പോയി ആ ടോപ്പിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ മാം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, ഈ ഓണത്തിന് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെന്ന് പറയാം. അതാണ് മാം ആദ്യം പറയാൻ തുടങ്ങിയത്. അതിലാണ് നമ്മൾ ഡൈവേർട്ട് ആയത്. അതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് മൂവ് ഓൺ ചെയ്യാം. പറഞ്ഞത് ഇത് വിൽപ്പന ലാഭം വരിക എന്നുള്ളതിന്റെ ഭംഗി അത് നിങ്ങൾ എന്താ ആ ഭംഗിയിലേക്ക് അമ്മമാര് മുതല് 18 വയസ്സുള്ള കുട്ടികൾ വരെ സംസാരത്തിലേക്കൊക്കെ നമ്മൾ വരാം. നമ്മൾ കുറച്ചും കൂടി ഇന്റലക്ച്വൽ ടോക്കിലേക്ക് ഒരു നിമിഷം മാം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ വസ്ത്രത്തിനായാലും പകുതി വില, അല്ലെങ്കിൽ ഇപ്പൊ 3000 രൂപയുടെ സാധനം 2500 കിട്ടുന്നു, ഒരു 500 കുറവുണ്ട്, ആ രീതിയിൽ മാം സംസാരിച്ചു. ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇവിടെ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ഈ 3000 രൂപയുടെ സാധനം 2500 രൂപയ്ക്ക് കിട്ടിയെന്ന് പറയുന്നു. ആക്ച്വലി ഇതിന്റെ പ്രൈസ് 2000 രൂപ ആയിരുന്നോ? ആയിരിക്കാം. പക്ഷെ അവർക്ക് ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്ന സാധനം കുറച്ച് കൊടുക്കാൻ പറ്റുമോ? കൺസ്യൂമറെ പറ്റിക്കാണ്. കൺസ്യൂമറെ സംബന്ധിച്ച് അങ്ങനെ വിലയല്ല. എക്സാക്ട്ലി 3000 രൂപയുടെ സാധനം 2000 രൂപയ്ക്ക് കിട്ടുന്ന 3000-ന് സാധാരണ വിറ്റത് ഓണ സമയത്ത് 2200-നോ 2300-നോ കിട്ടുന്നു. ബൾക്ക് സെയിൽ അതിനകത്ത് ഒരു സംഭവം ഉണ്ട്. ഒരു സാധനം പ്രൊഡക്റ്റ് ചെയ്തിട്ട് ആ പ്രൊഡക്ഷന്റെ ലാഭവും അപ്പുറത്തെ ലാഭവും ഈ പ്രൊഡ്യൂസർക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷമുള്ള സാധനം സ്റ്റോക്ക് പിന്നെ അത് നശിച്ചേ പോവുള്ളൂ. പിന്നെ കൊടുക്കുന്നത് ഇയാളെ സംബന്ധിച്ച് ലാഭം, ഈ വിൽപ്പനക്കാരനെ സംബന്ധിച്ച് അയാൾക്ക് വലിയ ലാഭമാണ്. നമ്മളെ സംബന്ധിച്ച് കൺസ്യൂമറെ സംബന്ധിച്ച് ഈ പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾ ഓണത്തിന് മുൻപ് അല്ലെങ്കിൽ ഇങ്ങനെ വിപണിക്ക് മുൻപ് ഒന്ന് പോയി നോക്കി ഇതിന്റെ വിലയൊന്ന് എഴുതിക്കൊണ്ടുവരിക. അതിനുശേഷം ഈ ഓണത്തിന്റെ സമയത്ത് പോയി ഒന്നുകൂടെ അതിന്റെ അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ. അങ്ങനെ ചെയ്യുന്ന ആളാണ്. നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ബൾക്ക് സെയിൽ വരുന്നുണ്ടല്ലോ ആ സമയത്ത്. അതിനകത്തെ ഒരു സംശയവും കൂടി ചോദിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഒന്ന്, ഈ എല്ലായിടത്തും എല്ലാ കൂട്ടായ്മയിലും ഓണം ആഘോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ ആഘോഷം കൊടുക്കുന്ന മൂല്യം ഈ സമൂഹത്തിൽ പടർത്തുന്നില്ല. കാരണം എല്ലാ തരത്തിലും വിഭാഗീയത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും എല്ലാം ആഘോഷിക്കുന്നുണ്ട്. ബക്രീദ് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്, നോമ്പ് തുറ ആഘോഷിക്കുന്നുണ്ട്, ഓണം ആഘോഷിക്കുന്നുണ്ട്, വിഷു ഉണ്ട്, ക്രിസ്മസും എല്ലാം ആഘോഷിക്കുകയാണ്. പക്ഷെ ഈ ആഘോഷങ്ങൾ കൊടുക്കുന്ന മാനവികതയും തുല്യതയും ഒന്നും നമ്മുടെ ഈ ഇന്നത്തെ സമൂഹത്തിൽ കൊടുക്കാതിരിക്കാൻ കൂടി ഇതുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. മൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. മറ്റൊന്ന്, പത്മ ചേച്ചി നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തോടൊരു വിയോജിപ്പ്. കാരണം ഓഫീസുകളിൽ ഓണാഘോഷം പാടില്ല എന്ന് പറഞ്ഞു. എപ്പോ പാടില്ല? ഓഫീസ് ടൈമിൽ പാടില്ല. അത് വർക്കിംഗ് അവേഴ്സ് അല്ലാത്ത അത് അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ് സർക്കുലർ. കാരണം ആ വർക്കിംഗ് അവേഴ്സ് ഇവിടുത്തെ ജനങ്ങൾക്ക് സർവീസ് കൊടുക്കുന്ന ടൈമാണ്. നിങ്ങൾ സമരത്തിന് പോകുന്നില്ലേ? ഉണ്ട്, ഞങ്ങൾ ലീവ് എടുത്ത് പോകും. ലീവ് എടുക്കാണ്ട് പോകുന്നില്ലേ? എപ്പോഴാ ടൈം? എപ്പോഴായിരുന്നു? 6 മണി വൈകുന്നേരം. എത്ര പേര് ലീവ് എടുത്തു? നിങ്ങൾ എടുത്തിട്ടുണ്ടാകും ആസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ലീവ് എടുത്തിട്ടുണ്ടാകും. ആ സമയത്ത് ഞങ്ങൾ അങ്ങനെയുള്ള ഞാൻ പറയുന്നത് മിനിമലൈസ് ലിവിംഗ് പഠിപ്പിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മള് പ്രളയം വരൂല എന്ന് വെച്ച് പ്രളയം വന്നു. ചില വീടുകളിൽ നിന്ന് സാധനം ഇപ്പൊ അതിലൊക്കെ ഇപ്പൊ മാമൊക്കെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ചില വീടുകളിൽ നിന്നൊക്കെ ഉണ്ടല്ലോ ഒരു 5-8 ദിവസം നിന്നാൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ക്രോക്കറി ഐറ്റംസ്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു വാല്യൂ ബേസ്ഡ് സാധനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏതാഘോഷം ആയിക്കോട്ടെ, നിങ്ങൾ സ്കൂളിൽ തുടങ്ങി ടീച്ചേഴ്സും ആരാണല്ലോ പാരന്റ്സ് തുടങ്ങി നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് സാധനം, അത് കുട്ടികളുടെ കളിപ്പാട്ടം തുടങ്ങി പെൻസിൽ, റബ്ബർ, മിഠായി, കഴിക്കുന്ന സാധനങ്ങൾ തുടങ്ങി ഡ്രസ്സ്, അത്രയും മതി. എന്തിനാ വെച്ചാൽ ഒരു അപകടം വരുമ്പോണ്ടല്ലോ ആ രക്ഷപ്പെടുത്താൻ കൊണ്ടുപോകുന്നവർക്ക് കുറച്ച് എളുപ്പമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊരു നാട്ടിലൊക്കെ ഒരു ഭാണ്ഡത്തിൽ കെട്ടി ഓടാൻ പറ്റിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, ഒരു ഭയങ്കര മനസ്സമാധാനം കിട്ടും. എനിക്ക് അത്രയും സൈക്കോളജിസ്റ്റ് പറയാനുള്ളൂ. എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മൾ എല്ലാവരും ഒരേപോലെ വസ്ത്രം ധരിക്കുന്ന, അതിൽ ഒന്നിച്ച് നിൽക്കാൻ ചെയ്യുന്നതിന് ഒരു സൗന്ദര്യം ഉള്ളതുപോലെ തന്നെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ട് വളരെ പ്രകൃതി എന്ന് പറയുന്നത് വളരെ വൈവിധ്യമാർന്നതാണ്. ആ വൈവിധ്യത്തിന്റെ സൗന്ദര്യവും കൂടി ഇന്ത്യയുടെ ഒരു സൗന്ദര്യത
ആ വൈവിധ്യത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മൾ പഠിച്ചാൽ നാനാത്വത്തിൽ ഏകത്വം. അതെ, ഇന്ത്യയുടെ സൗന്ദര്യം തന്നെയാണ്. നോ പറയാനുള്ള ഫ്രീഡവും കൂടി ചേർന്നതാണ് സെക്യുലറിസം. അതെ, അനാവശ്യമായ ധൂർത്ത് ഉപേക്ഷിക്കുക, അതൊക്കെയാണ് എനിക്ക് ഇതെല്ലാം കേട്ടപ്പോൾ ഇവരുടെ ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പൊ അനാവശ്യമായ ആ ഒരു ധൂർത്ത് ഉപേക്ഷിച്ച് ആഘോഷിക്കാനായിട്ട് മലയാളി പഠിക്കട്ടെ. ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ മിനിമലൈസ് ചെയ്ത് ജീവിക്കാനായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് പുതിയ തലമുറയെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.